വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആര് പിടിച്ചെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അതിൽ വ്യാപാരികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വ്യാപാരികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വ്യാപാരികളും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ വികസനം വന്നാൽ മാത്രമേ ഒരു നാട് നന്നാവുള്ളൂ. എങ്കിൽ മാത്രമേ വ്യാപാരികൾക്കൊക്കെ തന്നെ മെച്ചമുള്ളൂ. അതേസമയത്ത് ഇവിടെ ഞങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് പദ്ധതികൾ തകർക്കുക എന്നുള്ളതാണ് പല സ്ഥലത്തും ഞങ്ങൾ കണ്ടുവരുന്നൊരു കാര്യം. ഉദാഹരണത്തിന് കുറച്ച് വർഷം മുമ്പ് ഞാൻ ഇതേമാതിരി ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തൻ്റെ നാട്ടിൽ ഒരു റോഡ് വേണമെന്നുണ്ട്, അതിന് MLA ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് എതിർച്ചേരിയിലുള്ള MLA ആയ കാരണം ആ ഫണ്ട് മേടിക്കണ്ട എന്ന് പാർട്ടി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ MLA അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നത്, നമ്മുടെ ടാക്സും അതൊക്കെ കളക്ട് ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ രീതിയിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് തകർക്കപ്പെട്ട ഒരുപാട് പദ്ധതികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. ഞങ്ങളെ സംബന്ധിച്ച് വികസനത്തിന് സപ്പോർട്ട് ചെയ്യുക, വികസനവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യുക. 2025 ഡിസംബർ 11 നടക്കുന്ന ഇലക്ഷനിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഈ തവണ UDF വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കും. ഏകദേശം ഞങ്ങളുടെ കണക്കനുസരിച്ച് 25ഓളം സീറ്റുകൾ ജയിക്കും. മൊത്തം 42 സീറ്റാണുള്ളത്. അതായത് 25 സീറ്റുകളിലും UDF വൻ വിജയം നേടും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇത്തവണ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ UDF വരിക. വടക്കാഞ്ചേരി നഗരസഭയിലെ കഴിഞ്ഞ 10 വർഷങ്ങളായി നടന്നു വന്ന വികസന പ്രവർത്തനങ്ങളുടെ മുൻതൂക്കത്തിൽ ഇത്തവണയും എന്തായാലും വടക്കാഞ്ചേരി നഗരസഭ LDF തന്നെ ഭരിക്കും. LDFിനൊപ്പമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ. സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ അയ്യങ്കാളി ട്രോഫിയും ഒക്കെ നേടിയ വടക്കാഞ്ചേരി നഗരസഭ വളരെ കുറച്ച് കാലഘട്ടം കൊണ്ടാണ് ഈ തരം പുരോഗമനപരമായ പരിപാടികൾ നടപ്പിലാക്കി ആവിഷ്കരിച്ചത്. എന്തായാലും ഇത്തവണയും വടക്കാഞ്ചേരി നഗരസഭയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 11-ാം തീയതി നടക്കുന്ന നഗരസഭ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭ 42 ഡിവിഷനുകളിൽ ബഹുഭൂരിപക്ഷം ഡിവിഷനുകളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഭരണം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഭരണം കഴിഞ്ഞ 10 വർഷക്കാലമായി നഗരസഭയുടെ ഭരണം ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ യഥാർത്ഥം. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ ഒട്ടനവധി കൊട്ടിയാഘോഷിക്കപ്പെട്ട പല വികസനങ്ങളും ഉണ്ടെങ്കിലും എടുത്തു പറയത്തക്ക വികസനങ്ങളെ ഒരു നഗരസഭ എന്ന രീതിയിൽ എടുത്തു പറയാൻ കഴിയാവുന്ന ഒരു അസറ്റ് നഗരസഭയ്ക്ക് ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് വടക്കാഞ്ചേരിയുടെ കൾച്ചർ സെൻറ്റർ വളരെ വർഷങ്ങളായി പഞ്ചായത്തായിരിക്കുമ്പോൾ മുതൽ തുടങ്ങിയതാണ്. വടക്കാഞ്ചേരിയുടെ കൾച്ചർ സാംസ്കാരിക ഒരു സെൻറ്റർ വേണമെന്നുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് വടക്കാഞ്ചേരിയിൽ ഇന്നും അവശേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയുടെ ട്രാഫിക് സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി പാർലിക്കാട് മുതൽ അകമല വരെയുള്ള ബൈപ്പാസ് റോഡ് 10 വർഷമായിട്ട് ഒരു പേപ്പറിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ പുഴ മാലിന്യം, ആ പുഴയിൽ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് ആ പുഴ ഇന്നും വീതി കൂട്ടിയെടുക്കാനോ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി ചെയ്യുന്നതിനോ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി പുഴ നിൽക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ച് യുവത്വത്തിൻ്റെ ആയ ഏറ്റവും വലിയ ആവശ്യമായ കളിക്കളം വടക്കാഞ്ചേരി നഗരസഭയിലെ വടക്കാഞ്ചേരി GBHS സ്കൂളിലെ ഗ്രൗണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി
അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്ത് ആർക്കും കളിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും ശരിയായ രീതിയിൽ കളിക്കാൻ പറ്റാത്ത രീതിയിൽ മണ്ണും കുപ്പിച്ചില്ലുകളും പാഴുക മരത്തൊക്കെ പോകുന്നവർ അവിടെ അടിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ. ഇതൊക്കെ ഞാൻ വെറുതെ പറയില്ല, ഉള്ളത് കാണാൻ കഴിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ 2 ശ്മശാനങ്ങൾ, മുണ്ടത്തിക്കോടിലെയും എങ്കക്കാട്ടിലെയും 2 വലിയ ശ്മശാനങ്ങൾ, ആ ശ്മശാനങ്ങൾ പൂർണ്ണ തോതിലെത്തിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പണികളൊക്കെ കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിക്കേണ്ട ഘട്ടം എത്തിയിട്ട് പോലും ഈ നഗരസഭയ്ക്ക് അതിനെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കളിക്കളത്തിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് മുണ്ടത്തിക്കോട് നിൽക്കുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ കോടിക്കണക്കിന് രൂപ അനുവദിച്ച് അതിൻ്റെ ആ പണി പൂർത്തിയാക്കി ഇൻഡോർ സ്റ്റേഡിയം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജും അങ്ങനെ കാട് പിടിച്ച് മൊന്തക്കാടുകളായി അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ എടുത്തു പറയത്തക്ക ഒരു കാര്യങ്ങൾ, കുറേ മാലിന്യങ്ങൾ ശേഖരിച്ചു, അവാർഡുകൾ വാങ്ങി എന്നതല്ലാതെ വേറെ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം. വളരെ ഗൗരവമേറിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്ന ഇടതുപക്ഷ നഗരസഭ പാഴ്ചെലവുകൾ നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ സമയാസമയങ്ങളിൽ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ പരിണതഫലമായി അവിടെയും കോടിക്കണക്കിന് രൂപ വിവിധ കുടിവെള്ള കാര്യത്തിലായാലും മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലായും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയും കേന്ദ്ര ഗവൺമെൻറ് ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച പരാതികളും അപാകതകളുമാണ് ഈ നഗരസഭയുടെ കൈമുതൽ എന്നാണ് നമുക്ക് സൂചിപ്പിക്കാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീർച്ചയായും, വടക്കാഞ്ചേരി ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ഈ നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ആ ഒരു സംശയമില്ല. സാമ്പത്തികമായി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഓരോ ഡിവിഷനുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തികം എവിടെ നിന്നാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ക്രമം വിട്ടിട്ടുള്ള സാമ്പത്തിക അച്ചടക്കമില്ലാത്തതിൻ്റെ പരിണതഫലമായി സാമ്പത്തികം ഒഴുകിക്കൊണ്ട് പല ആളുകൾക്കും വോട്ടുകൾക്ക് പൈസ കൊടുത്തുകൊണ്ട് തിരിച്ചു അവർക്ക് അതിനു വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. സംഘടനകൾ ഉണ്ടാക്കുന്ന ഒട്ടിച്ച വാൾപോസ്റ്ററുകളുടെ മുകളിൽ മറ്റൊരു എതിർ സ്ഥാനാർത്ഥികളുടെ പരസ്യമായി അവിടെ ഒട്ടിച്ച സാഹചര്യമാണ് മംഗലം 24-ാം ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അവരുടെ അക്രമ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്. കാരണം അവർ പരാജയ ഭീതി പൂണ്ടുകൊണ്ട് അക്രമ മാർഗത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തി അവർ വോട്ട് പിടിക്കാമെന്ന് പറയുന്ന സ്വപ്നം പ്രാവർത്തികമാക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ, നല്ലവരായ പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാരനായ ജനങ്ങൾ, കാർഷിക മേഖലയിലുള്ള തൊഴിലാളികൾ, കർഷകർ, അങ്ങനെ മറ്റു മേഖലയിലുള്ളവർ, എല്ലാ മേഖലയിലുള്ളവരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടി ഭരിക്കുമെന്നാണ് എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലായാലും ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൻ്റെ കാര്യത്തിലായാലും കൃത്യമായിട്ടും വടക്കാഞ്ചേരിയിലെ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മുൻഗണന നൽകുന്ന ഈ ഒരു പ്രവർത്തനം ഈ വടക്കാഞ്ചേരി